ഓഫ് ദി ബോഡി ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ടെക്നോളജി റെവല്യൂഷൻ അതെങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കാണുകയായിരുന്നു. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ എങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ ഫലപ്രദമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, നമ്മുടെ UN ഒക്കെ നിഷ്കർഷിക്കുന്ന ഒരു പാഠ്യപദ്ധതിയുണ്ട്. അതിനുള്ള പ്രശ്നങ്ങളുമൊക്കെ നമ്മളിവിടെ മുമ്പ് എപ്പിസോഡുകൾ അനലൈസ് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ബാക്കി ഭാഗമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എങ്ങനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, അല്ലേ സർ? ടെസ, ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു പേരൻ്റൽ റോള് സെക്സ് എഡ്യൂക്കേഷൻ ഉള്ളതിനെ കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൂടുതലും പറഞ്ഞു എങ്ങനെയാണ് ഒരു പേരൻ്റൽ റോള്, സോഷ്യൽ മീഡിയ അവർ അതിലേക്ക് കൂടുതൽ അഡിക്റ്റഡ് ആകാതിരിക്കാൻ അതിൻ്റെ എക്സസീവായിട്ടുള്ള യൂസ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയായിരുന്നു നമ്മൾ അതിൻ്റെ ടിപ്സായിരുന്നു കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. മതബോധന ഗ്രന്ഥവും സഭാപിതാക്കന്മാരും വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതിൻ്റെ പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ആരാണ്, ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? പേരൻസ്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പഠിപ്പിക്കേണ്ടത്, എപ്പോഴാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പേരൻസിനാണ്. പക്ഷേ ഒരുപക്ഷെ പേരൻസ് അത് വളരെ എഫക്റ്റീവായിട്ട് അവർക്കത് ചെയ്യാൻ പറ്റി എന്ന് വരികയില്ല. അവർക്കത് അത്രയും വ്യക്തമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് വരികയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ സഹായം അവർക്ക് തേടാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സുണ്ട്, അല്ലെ നമ്മുടെ സഭയുമായിട്ടല്ലേ കാത്തലിക് വേ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സെമിനാറുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്, നമ്മുടെ TOBയുടെ തന്നെ കോൺഫറൻസുകളുണ്ട്, റിട്രീറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു വലിയ ആ ബോധ്യമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടൊരു പ്രീ ഡിസൈൻഡ് ഒരു സിലബസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ സഭ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്തു പഠിപ്പിക്കണം, എപ്പോൾ പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ളത് ആ കുഞ്ഞുങ്ങളുടെ പേരൻസിന് മാത്രമേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാകും, ഏത് രീതിയിലുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കണം, അപ്പോൾ ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സാർ, എനിക്ക് തോന്നുന്നത് ചില കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാനസിക വളർച്ച ഇല്ലാത്തവരും അതിൽ കൂടുതൽ കാണിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പാരന്റ്സ് ആണ് അവർക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ്. പേരൻസ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള മതാധ്യാപകരുടെയോ മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ്റെയോ അല്ലെ മറ്റ് റിസോഴ്സിൽ കൂടെ അവർക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസിൻ്റെയും ഉള്ളിൽ അവരേറ്റവും അധികം ഇംപ്രിൻ്റ് ചെയ്യേണ്ട ഒരു മെസ്സേജാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിൽ, സെക്സ് എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചില്ല എങ്കിൽ അവരെ പഠിപ്പിക്കാൻ ഗൂഗിൾ ഉണ്ടാവും, സോഷ്യൽ മീഡിയ ഉണ്ടാവും, അവരുടെ പിയർ ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിവിൽ ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും അധികം വിക്ടിംസ് ആകാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത് ആദ്യമേ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് എനിക്ക് കൊടുക്കാൻ പറ്റുക. ഇതൊരു പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ടൊരു ഓവർ നൈറ്റിൽ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. അതിന് ബോധപൂർവം നമ്മൾ പരിശ്രമിക്കുകയും ബോധപൂർവം അതിന് വേണ്ടതായ റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ അതിൽ ഗ്രാജ്വലായിട്ട് നമ്മൾ എഫിഷ്യൻ്റായി ട്രെയിൻഡായിട്ട് വരും. അപ്പോഴിത് ഒരു കാര്യമാണ് എനിക്ക് ആദ്യമേ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. സാറ് പറഞ്ഞതിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒരു ദുരുപയോഗമൊക്കെ മൂലം കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള ജെൻഡർ റോളിനെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാർട്ടൂൺസിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഗെയിംസ്, അല്ലെങ്കിൽ ആടുകൾ, ഇതെല്ലാം കണ്ടുവരുന്ന കുട്ടികൾക്ക് അവരുടെ തന്നെ ജെൻഡർ റോളിനെ പറ്റിയിട്ട് ഒരു വലിയ കൺഫ്യൂഷൻ
ഉണ്ട് പലപ്പോഴും. അപ്പോൾ എനിക്ക് തോന്നുന്നു പേരൻസ് ഇതിനെപ്പറ്റിയൊന്നും അത്ര കാര്യമായിട്ട് അവെയർ അല്ല എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവർക്ക് ശരിക്കും ഇപ്പം അമേരിക്കൻ പീഡിയാട്രീഷ്യൻ അസോസിയേഷൻ്റെ ഡോക്ടർ തന്നെ പറഞ്ഞത്, ഇവർക്ക് ജെനുവിനായിട്ടൊരു കാരണം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഇതൊരു ജെൻഡർ ഡിസ്ഫോറിയയുടെ ഒരു മാനസിക അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ചിന്തയാകണമെന്നില്ല. അവർ കാണുന്നതും കേൾക്കുന്നതും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബ്രെയിനിന് ഒരു മാപ്പിംഗ് പവർ ഉണ്ടെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരെ മിമിക് ചെയ്യുക, അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക്, കുഞ്ഞുങ്ങൾക്ക് നമ്മളെ. പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ചെറുപ്രായത്തിലൊക്കെ അവർ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ അല്ലെ ഏതെങ്കിലും അവരുടെ സ്റ്റോറി ബുക്കിൽ നിന്നോ ഒക്കെ കിട്ടുന്ന പല കോൺസെപ്റ്റുകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ അവരറിയാതെ തന്നെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പല കാർട്ടൂൺ ക്യാരക്ടേഴ്സും കുട്ടികൾ വീട്ടിൽ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അത് അവര് കളിക്കുന്ന പ്ലേ ചെയ്യുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ഇമിറ്റേറ്റിംഗ് കപ്പാസിറ്റിയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ മാപ്പിംഗ് കപ്പാസിറ്റി എന്ന് അവർ വിളിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ അവർക്ക് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അത് ഒരു പക്ഷേ ഒരു പേരൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, രണ്ടു പേർക്കും ഈക്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. നമ്മൾ വീണ്ടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, ഡിഫറൻസോടുകൂടിയാണ് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ അപ്പൻ പറഞ്ഞു കൊടുക്കുന്നത് അമ്മയ്ക്ക് ചിലപ്പം പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരികയില്ല, അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൻ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നറിയുകയില്ല. അത് പേരൻസ് രണ്ടുപേരും കൂടാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, ഏതാണ് ഞാൻ പറയേണ്ടത്, ഏതാണ് അടുത്ത ആൾ പറയേണ്ടത്. അപ്പം സ്പൗസസ് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിന് പറ്റിയ, ഇത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫാമിലിക്ക് എഴുതിയ ആ ഒരു പ്രബോധനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇതാണ്. എഗെയിൻ ഇത് പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് അദ്ദേഹം പറയുന്ന ഇതാണ്, ബേസിക് റൈറ്റ് ആൻഡ് ഡ്യൂട്ടി ഓഫ് പേരൻസ്. അതിന് യാതൊരു ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. ഒരു പേരൻറ്റിൻ്റെ ബേസിക് റൈറ്റും ഡ്യൂട്ടിയുമാണ്. അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളിൻ്റെ സിലബസിനോ അല്ലെങ്കിൽ ഗൂഗിളിനോ യൂട്യൂബിനോ സോഷ്യൽ മീഡിയയ്ക്കോ നമ്മൾ അടിയറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ധാർമ്മികതയിലും നമ്മുടെ വാല്യൂ സിസ്റ്റത്തിൽ വളരേണ്ട ഒരു കുഞ്ഞ്, അത് നമ്മൾ തന്നെ നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് അത് തെറ്റായ ഐഡിയോളജിയുടെ പിന്നാലെ പോകും. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് കത്തോലിക്ക സഭയിൽ, എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ട് എന്ന്, 1995 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇരുന്ന സമയത്ത് തന്നെ അന്നത്തെ ഇപ്പോഴുമുണ്ട് പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ ദ ഫാമിലി ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചായിരുന്നു. അതിൻ്റെ പേരാണ് ദ ട്രൂത്ത് ആൻഡ് മീനിങ് ഓഫ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി. അതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ഫോർ എഡ്യൂക്കേഷൻ വിത്തിൻ ദ ഫാമിലി, സെക്സ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് അവർ കൃത്യമായിട്ട് ഇന്നത് പഠിപ്പിക്കുക, ഈ ഏജിൽ ഇങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെയല്ല. അതിൽ പ്രധാനമായിട്ട് ആ ഡോക്യുമെൻ്റ് പറയുന്നത് നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ തരികയാണ്. കുഞ്ഞുങ്ങളുടെ ഓരോ സ്റ്റേജിൽ നമ്മൾ എന്നാ ചെയ്യണം, ഏത് രീതിയിൽ പഠിപ്പിക്കണം, ഇങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് നമുക്കത് തരുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ ദ ട്രൂത്ത് ആൻഡ് മീനിങ് ഓഫ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി, എനിക്ക് തോന്നുന്നത് നല്ലൊരു ഹാൻഡ് ബുക്കാണ്, നല്ലൊരു സ്റ്റഡി ഗൈഡാണ്. ഞാനത് പലയിടത്തും പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഈ ലേറ്റസ്റ്റായിട്ട് നമ്മൾ 2019 ജെൻഡർ ഐഡിയോളജിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും പറഞ്ഞ് പോപ്പ് ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫീസിൽ നിന്ന് വത്തിക്കാനിൽ നിന്ന് വന്നതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മാൻ ആൻഡ് വുമൻ ഹി ക്രിയേറ്റഡ് ദം എന്ന് പറഞ്ഞിട്ട് ദ പാത്ത് വേ ടു
ഡയലോഗ് എന്നൊക്കെയുള്ള ഒരു ടൈറ്റിലിൽ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം? അപ്പോൾ ഈ ഒരു ട്രൂത്ത് ആൻഡ് മീനിങ് ഓഫ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി ഒരു 20 വർഷം, ഏകദേശം 20 വർഷം മുമ്പ് എഴുതിയിട്ടുള്ളതാണേലും ഇന്ന് നമുക്ക് ഏറ്റവും പ്രായോഗികമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം പലരും ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സഭയ്ക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. അത് ഡിപ്പെൻസ് ഓൺ ഈച്ച് ചൈൽഡ്. അപ്പോൾ ആ പേരൻറ്റിനാണ് ഇവിടെ ടെസ പറഞ്ഞതുപോലെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, എത്രത്തോളം ആ കുഞ്ഞിന് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ദ ട്രൂത്ത് ആൻഡ് മീനിങ് ഓഫ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി ഗൈഡ് ലൈൻസിൽ ഒരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 4 ഫേസസ് ആണ് അവർ പറയുന്നത്. ഒരു കുഞ്ഞിന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ 4 ഫേസസ്. അത് ആദ്യത്തേത് ദ ഇയേഴ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയും, ദ ഇയേഴ്സ് ഓഫ് ഇന്നസെൻസ്. അടുത്തത് പ്യൂബർട്ടി. മൂന്നാമത്തേത് അഡോളസൻസ്. നാലാമത്തേത് എയർലി ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ, അതാണ് നമ്മൾ ഈ ഏജ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ സ്റ്റേജിലുള്ളതല്ല രണ്ടാമത്തെ സ്റ്റേജിലല്ല മൂന്നാമത്തെ സ്റ്റേജ്. പക്ഷെ നമുക്ക് ഈ ഓരോ സ്റ്റേജും എടുത്ത് വ്യക്തമായിട്ട് ഒരുപാട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ ഇത് വായിച്ച് നിങ്ങൾക്ക് തന്നെ പല റിസോഴ്സിൽ നിന്ന് കറക്റ്റായിട്ട് കാത്തലിക് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഇത് വളരെ കൃത്യമായിട്ട് ഈ ഫേസുകളൊക്കെ വളരെ സൈക്കോളജിക്കലി സയൻറ്റിഫിക്കലി ചർച്ച ചെയ്തിട്ട് ഈ ഗൈഡ് ലൈൻസ് നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഗൈഡ് ലൈനാണ്. പിന്നെ നമുക്ക് തിയോളജി ഓഫ് ദ ബോഡിയിൽ വളരെ ശക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തെക്കുറിച്ച്, സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, അല്ലെ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ജസ്റ്റ് ഒരു ബയോളജിക്കൽ അനാട്ടമി എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. അത് എല്ലാ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനും അതിന് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആരാണ്? അതൊരു ബേസിക് സെക്സ് എഡ്യൂക്കേഷനാണ്. ഞാൻ ആരാണ്? എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? എന്തിനാണ് ഞാൻ ഈ ലോകത്തിൽ ദൈവം എന്നെ സൃഷ്ടിച്ചത്? ഇതൊക്കെ ബേസിക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എന്തിനാ ആണായിരിക്കുന്നത്? ഞാൻ എന്തിനാ പെണ്ണായിരിക്കുന്നത്? ഇതെല്ലാം തിയോളജി ഓഫ് ദി ബോഡിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഈ ആണും പെണ്ണും തമ്മിൽ എന്തുകൊണ്ടാണ് ഈ അട്രാക്ഷൻ ഉണ്ടാകുന്നത്? എന്താണ് എന്നിലുള്ള സെക്ഷൽ ഡിസയറിൻ്റെ മീനിങ്? ഞാൻ എവിടേക്കാണ് ഫൈനലി പോകുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ പലപ്പോഴും പേരൻസ് ചിന്തിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അനാട്ടമി എല്ലാം പഠിപ്പിക്കണം, ഓക്കെ അത് ബയോളജിയിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഒരു ഫാക്റ്റ്. ദ ബയോളജിക്കൽ ആസ്പെക്റ്റ് ഒരു സൈഡ് മാത്രമേ ആകുന്നുള്ളൂ. ഈ ബയോളജിക്കൽ ആസ്പെക്റ്റ് കൊണ്ട് മാത്രം നിൽക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഐഡിയോളജി അവരെ കൺഫ്യൂസ് ചെയ്യുകയും സോഷ്യൽ മീഡിയ അവരെ ആവഹിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ പിന്നാലെ അവർ പോവുകയും ഈ പറഞ്ഞ ലിനറ്റ് പറഞ്ഞ ഹീറോയിസം, ഇപ്പോൾ ആരെങ്കിലും ട്രാൻസ്ജെൻഡർ ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോളോവേഴ്സ് ആകുന്നത് എന്തോ വലിയൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മിസ്ഗൈഡഡ് ആകാതിരിക്കാൻ ഫണ്ടമെൻ്റലായിട്ടുള്ള ഈ കാര്യങ്ങളാണ് സെക്സ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ലിനറ്റിൻ്റെ മുഖത്തൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. സാർ, ഒരു സംശയം. ഈ വളരെ ചെറുപ്പത്തിലെ കുട്ടികളിങ്ങനെ, ചിലപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ അമ്മയുടെ സാരി ഉടുത്ത് നടക്കും, അല്ലെങ്കിൽ ഷോളൊക്കെ ചുറ്റി നടക്കും. പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പം ബോയ്സിനെ പോലെ നടക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഈ ആൺകുട്ടികളോടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, നീ ആണായിട്ട് നടക്കടാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികളെ പേരൻസ് എങ്ങനെയായിരിക്കണം ഒന്ന് ഗൈഡ് ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ? അതാണ് അവർക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അവർക്കൊരു ഇമിറ്റേറ്റിംഗ് നേച്ചർ ഉള്ളതാണ്. ഒരു പക്ഷേ അവൻ വളർന്നു വരുമ്പോൾ, ഒരു ആണായിട്ടുള്ള ഒരു കുഞ്ഞ് വളർന്നു വരുമ്പം
ഒന്നുകിൽ വേറെ ആരും ഉണ്ടാകില്ല, അവൻ്റെ സിബ്ലിങ്സ് എല്ലാം സിസ്റ്റേഴ്സ് ആയിരിക്കും, ആയിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട് സർക്കിളിലെല്ലാം കൂടുതൽ ഗേൾസ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ കൂടെ ഇവൻ ഇങ്ങനെ മിങ്കിൾ ചെയ്യും. കുഞ്ഞാവുമ്പോൾ മുതൽ കളിക്കുന്ന ഇവരുടെ കൂടെ. അതെ. അപ്പോൾ അവരുടെ സംസാര രീതികളും അവരുടെ ശൈലിയും അവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു നാച്ചുറൽ ടെൻഡൻസി കുട്ടികൾക്കുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രകൃതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എനിക്ക് ഉടുപ്പിങ്ങനെ വേണ്ട, അതുപോലുള്ള ഉടുപ്പിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അത് അമേരിക്കൻ പീഡിയാട്രീഷ്യൻ സൈക്കോളജിസ്റ്റ് അതിൻ്റെ ഹെഡ് പറയുന്നത് അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഉടനെ ജെൻഡർ ക്ലിനിക്കിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ട കൗൺസിലിങ്ങോ ജെൻഡർ ചേഞ്ചിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. എബോവ് ഒരു 90% അങ്ങനെയുള്ള കേസുകൾ അവരൊരു പ്യൂബർട്ടി സ്റ്റേജ് ആകുമ്പോഴത്തേക്കിന് ആ ബോഡി ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നൗ ദേ നോ എന്താണ് ഞാനൊരു ആണാണെന്ന് പറഞ്ഞാൽ എന്താണ്, അത് വരുമ്പോൾ നാച്ചുറലി അത് ഇല്ലാതാകും എന്ന് തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതോ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മളവരെ ഒബ്സർവ് ചെയ്യുക, അവരോട് ചോദിക്കുക നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് ഇതുപോലുള്ള ഡ്രസ്സാണോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനും അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ആ പേരൻസിന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉടനെ നമ്മൾ ആ പേരൻസിൻ്റെ അപ്രോച്ച് വഴക്ക് പറഞ്ഞുകൊണ്ട് പോയി എല്ലാം മാറ്റി ആണുങ്ങളുടെ ഡ്രസ്സ് ഇടുക, അല്ലെ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് പറയുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു പക്ഷേ ആ കുഞ്ഞ് ചെയ്തെന്നിരിക്കും, വീണ്ടും അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംശയമോ അല്ലെ എന്തിനാ ചെയ്യുന്നതെന്നുള്ളതൊന്നും അവനൊരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. വീണ്ടും അവസരം കിട്ടുമ്പം ചെയ്യും. അത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട വിധത്തിൽ പേരൻസ് അത് ഹാൻഡിൽ ചെയ്യണം. അതൊരു വലിയ ഒരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ഒന്നും ആക്കിയിട്ട് നമ്മൾ ഉടനെ തന്നെ, ഇപ്പം സെക്യുലർ കൾച്ചർ പറയുന്നത് അങ്ങനെ വന്നാൽ ഉടനെ സോഷ്യൽ ട്രാൻസിഷൻ ചെയ്തേക്കണം, ആ ഒരു തെറ്റായ പഠനത്തിൻ്റെ പുറകെ പോകണ്ട. സൈക്കോളജിസ്റ്റ് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കേസസ് അത് നോർമലായിട്ട് അങ്ങ് പോകും. എനിക്ക് തോന്നുന്നത് സാറ് നേരത്തെ പറഞ്ഞതുപോലെ കുറേ പേര് അങ്ങനെയുള്ള കുട്ടികളെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള അവരെ നമ്മൾ സ്നേഹത്തോടെ, അത് അവർ തമാശനായിരിക്കും അല്ലെ എന്തെങ്കിലും അവർക്ക് മനസ്സിലൊരു എന്തോ ഒരു അവ്യക്തത ഉണ്ട്, അതിനാണ് നമ്മൾ അവരെ പെതുക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അവസരം അനുസരിച്ച് അവരൊറ്റ അടിക്ക് അവരെ ഇരുത്തി ഇത് മുഴുവനും നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല. എന്താണ് പെണ്ണായിരിക്കുന്നതിൻ്റെ അർത്ഥം എന്തോ, ആണായിരിക്കും, അത് അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുക. ദൈവം നിന്നെ എന്തിനാ ആണായിട്ട് സൃഷ്ടിച്ച്, എന്തിനാ പെണ്ണായിട്ട് സൃഷ്ടിച്ച്, എന്നിട്ട് അവരുടെ സ്ഥലത്തേക്ക് തന്നെ വരും, നോക്കെ ഞാൻ പെണ്ണാണ്, നിൻ്റെ ഡാഡി ആണാണ്, ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഞാൻ പറയുള്ളൂ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ആ കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അവരത് കേൾക്കാൻ തുടങ്ങും. സാർ ഒരു കാലത്ത് ഈ ഇങ്ങനത്തെ ഡിസ്കഷൻസോ കൺഫ്യൂഷൻസോ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഫെമിനിൻ നേച്ചറുള്ള ആണുങ്ങളും ഒരു ടോംബോയിഷ് ക്യാരക്ടർ കാണിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അവർ വളരെ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ അവർ ആ രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോയി കല്യാണം കഴിച്ച് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇതിൽ പെട്ടതാണ് എന്നുള്ളൊരു അങ്ങനെ കുട്ടികളൊക്കെ ചിന്തിച്ചു ഞാൻ പറഞ്ഞില്ലേ, ആൽഫ്രഡ് കിൻസി അമേരിക്കയിൽ 1940കളിൽ ആ സമയത്ത് അദ്ദേഹം ഒരു സർവേ നടത്തി അദ്ദേഹത്തിൻ്റെ റിസർച്ച് പേപ്പറിന് വേണ്ടിയിട്ട് സബ്ജക്റ്റ് അവസാനം എന്താ സംഭവിച്ചത്, അയാൾ കൺക്ലൂഡ് ചെയ്തു സർവേയുടെ ഫലമായിട്ട് അമേരിക്കയിൽ അറൗണ്ട് 10 to 13% അല്ലെ 17% അല്ലെ 20% എല്ലാം ഹോമോസെക്ഷൽസ് ആണ്. അപ്പോൾ അവിടെ തന്നെ വലിയൊരു റെവല്യൂഷൻ വന്നു. അപ്പോൾ ഇങ്ങനൊരു ചെറിയ ചിന്ത വരുന്നവരും ഉടനെ അവരെ ക്ലാസിഫൈ ചെയ്തു, ഞാൻ ഗേയാ, ഞാൻ ഹോമോസെക്ഷലാണ്, അവർ ആ കാറ്റഗറിയിലേക്ക് അങ്ങ് മാറുക. അപ്പോൾ ഈ ഒരു പറഞ്ഞ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ടെൻഡൻസി അഥവാ ഉണ്ടായാലും കുറേ കഴിയുമ്പോൾ അത് നോർമലാവും, മോസ്റ്റ് ഓഫ് ദ കേസസ് എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ വേറെ ഒരു കാറ്റഗറിയെ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പ്രായമായതിനു ശേഷം, അതുവരെ ഒരു പ്രശ്നമില്ല, ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്തൊക്കെയോ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഈ ഹീറോ വർഷിപ്പും ഒക്കെ ആയിട്ട് ചില ആൺകുട്ടികൾ അവർ ഈ ഒരു രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് പെണ്ണുങ്ങളെ പോലെ, എന്നാൽ ഫുള്ളി പെണ്ണുങ്ങളെ പോലെയുമല്ല. ഉദാഹരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എന്നോട് ആരോ പറഞ്ഞതാണ്, കയ്യിൽ ലോങ് നെയിൽ വളർത്തുക, നെയിൽ പോളിഷ് ഇടുക, മുടി നീട്ടി വളർത്തുക,
കൈ നീട്ടി വളർത്തുന്നത് ആണുങ്ങളും അത് അതിനകത്തിൽ അത് മാത്രം നമ്മൾ കണക്കിലെടുക്കാൻ പറ്റത്തില്ല. ആ അങ്ങനെ ചെയ്യുക. പിന്നെ ഈ എന്താണ് കാലേല്, അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രകൃതങ്ങൾ കാണിക്കുന്നത് ഒന്നുകിൽ എന്തെങ്കിലും, അത് ഞാൻ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവരുമായിട്ട് സംസാരിച്ച് അവരതൊരു ഫാഷനായിട്ട് കരുതുന്നതാകാം, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കിംഗ് മെത്തേഡായിട്ട് കരുതുന്നതാകാം, ഇല്ലെങ്കിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാകാം, പല കാരണങ്ങളാകാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളുണ്ട്. അതും നമ്മൾ അവരോട് വ്യക്തിപരമായിട്ട് സംസാരിച്ച് ഇതിനെല്ലാം ഫ്രാൻസിസ് പറയുന്നത് പോലെ നമ്മൾ അവരോട് ഡയലോഗ് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ എന്താണ് എവിടെയാണ് അവരുടെ ആ ഒരു പൊസിഷനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്തിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അപ്പം നമ്മൾ ഇപ്പോൾ പേരൻ്റൽ റോളാണ് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് എന്ത് പഠിപ്പിക്കണോ എങ്ങനെ പഠിപ്പിക്കണോ അത് പേരൻസ് തന്നെ ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തീരുമാനിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിലെല്ലാം ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഈ പേരൻറ്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ ചാനല് വളരെയധികം മോശമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻട്രോവേർട്ട് ഇവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നു. പേരൻസിനോടോ ആരോടും അധികം ഇൻറ്ററാക്ട് ചെയ്യാനുള്ള താല്പര്യമില്ല. കാരണം ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവരെ അവരിലേക്ക് തന്നെ ഒതുക്കി നിർത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പേരൻസ്, പല പേരൻസിൻ്റെയും വിഷമം ഇന്ന് ഇതാണ്, അവർ പറയുന്നത് കേൾക്കത്തു പോലും ഇല്ല മക്കളെന്നാണ് പറയുന്നത്. അനുസരിക്കുക എന്നുള്ളതല്ല, അവർ പറയുന്നത് അവർ കേൾക്കാൻ പോലും സന്നദ്ധരല്ല ഒരു പ്രായം കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽ എവിടെയോ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടപ്പുണ്ട്. അതാണ് നമ്മൾ ചെറുപ്രായം മുതൽ പേരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ആ ചാനല് വളരെ സജീവമായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളോ അല്ലെ അവർക്ക് കറക്ഷൻ കൊടുക്കാനോ ഒന്നും അധികം ബുദ്ധിമുട്ട് വരികയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽ നമുക്ക് എങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റും, ചില പ്രാക്ടിക്കൽ ടിപ്സ് ഒരു പക്ഷേയെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതിൽ നമുക്ക് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ടെസ്സ അവിടെ ഇരുന്ന് എനിക്ക് സിഗ്നൽ തരാൻ തുടങ്ങി. വി ആർ അബൌട്ട് ടു ഫിനിഷ് എന്നുള്ള ഒരു സിഗ്നൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. യെസ്, നമ്മുടെ സമയമൊക്കെ ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ട് സാർ നമുക്കൊരു പ്രാർത്ഥനയോടെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും സാർ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഈശോയെ, ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡിൽ എല്ലാ പേരൻസിനെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഭൂമിയിലെ പേരൻസായിട്ടുള്ള എല്ലാവരെയും അങ്ങയുടെ സ്നേഹഹൃദയത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് അങ്ങ് അവരെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, അവർക്ക് വേണ്ടതായ വിസ്ഡം കൊടുക്കണമേ. ജീവിതത്തിൻ്റേതായ ഉത്തരവാദിത്വങ്ങളിൽ ജീവിതത്തിൻ്റേതായ എല്ലാ പ്രഷറും അവർ അനുഭവിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ട സമയവും അതിനുവേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷേയെങ്കിൽ സഫർ ചെയ്യുന്നുണ്ടാവാം. അവരുടെ എല്ലാ കുറവുകളെയും അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ ജ്ഞാനവും പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് ചെറുപ്രായം മുതൽ സെക്സ് എഡ്യൂക്കേഷൻ അവരുടെ വളർച്ചയെ സഹായിക്കത്തക്ക വിധത്തിൽ അങ്ങ് എല്ലാ മക്കൾക്കും സെക്സ് എഡ്യൂക്കേഷൻ അത് വ്യക്തമായിട്ട് അത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കുവാനുള്ള കൃപ കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കുടുംബത്തെയും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനും മാറി മാറി വരുന്ന നിയമങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരു ക്രിസ്തു അനുയായി എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ചില പ്രിവിലേജുകളുണ്ട്.
അത് മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങളാകാം, എൻസൈക്ലിക്കൽ ലെറ്റേഴ്സ് ആകാം, ചില പബ്ലിഷിംഗ് ഡോക്യുമെൻറ്റ്സ് ആകാം. ഇതൊക്കെ അറിയാനൊന്ന് ശ്രമിച്ചാൽ നമ്മുടെ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, അത് ഒന്നുകൂടെ എളുപ്പമാകും. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒത്തിരിയേറെ രേഖകളും ഡോക്യുമെൻറ്റ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് എടുത്ത് തുറന്നു നോക്കാം, വായിക്കാം, പഠിക്കാം, വളരാം, ഒന്നിച്ച് വളരാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ സംശയങ്ങളെ ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കണ്ട. info@tobforlife.org